ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നുള്ളത് പനീർ പറാത്തയാണ്. അതായത് നമുക്ക് ഡിന്നറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ വെറും തൈര് ഉണ്ടായാൽ മതി ഈ ഒരു കിഡിലും ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഈ പനീർ പറാത്ത ഉണ്ടാക്കാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറാട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് എന്ന് വെച്ചാൽ ഞാൻ 1 കപ്പും 1/4 കപ്പും, അതായത് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടി ചേർത്തിട്ട് 1 ടേബിൾ സ്പൂണ് ഞാനിവിടെ ഗീ ആണ് യൂസ് ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ബട്ടറും യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ടൊന്ന് നന്നായിട്ട് ഈ മാവിലോട്ടേക്ക് നമ്മുടെ ബട്ടർ ഒന്ന് കോട്ട് ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ പറയുക പരക്കി കൊടുക്കണം. ഓക്കെ, ആ പരക്കി കൊടുത്ത പിന്നെ നമ്മൾ ആവശ്യേന കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ച് വെക്കുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ് അറ്റ്ലീസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ഓൾറെഡി നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 200 ഗ്രാമിൻ്റെ പനീറിൽ നിന്ന് 150 ഗ്രാമോളം പനീറാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് പനീർ എളുപ്പത്തിൽ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്ന് നന്നായിട്ട് വരും കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കട്ട് ചെയ്തിട്ട് ഇടാം. പക്ഷേ കട്ട് ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പമാണ് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കയ്യിൻ്റെ എന്താ പറയുക ഒരു ഹാൻഡ്ഫുൾ കൊറിയാൻഡറും മല്ലിയിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ആവശ്യേന ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണ് മുളക് പൊടിയും, പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ ഉമ്മാക്ക് പച്ചമുളക് അലർജി ആയതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. 1/4 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് ചാറ്റ് മസാല എന്നിവ ചേർത്തിട്ട് ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതൊരു നല്ലൊരു എന്താ പറയുക ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഇപ്പം തന്നെ ഇങ്ങനെ എന്താ പറയുക ഒരു മണം ഇല്ലേ, അത് നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള സംഭവമാണ്. ഇനി നമ്മുടെ മാവ് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഒന്നും കൂടി നമുക്കിതിനെ നന്നായിട്ട് നീഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന് ഓരോ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ടോട്ടലായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 6 ചപ്പാത്തിയുടെ ബോൾസാണ് കേട്ടോ. ഇനി നമുക്കിതിനെ ഓരോന്നായിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ കുറേശ്ശെയായിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതിനെ പരത്തിയെടുക്കണം. ഓക്കെ, അപ്പം വളരെ തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ കുറേശ്ശെയായിട്ട് തിക്കിൽ തന്നെയാണ് കേട്ടോ ഇങ്ങനെ പരത്തിയെടുക്കുന്നുള്ളത്. കണ്ടില്ലേ, ഏകദേശം ഈ ഒരു ലെവലിൽ എത്തിയ പിന്നെ നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. നല്ലോണം ഓവർലോഡ് ചെയ്യരുത് കേട്ടോ, കാരണം നമ്മൾ വീണ്ടും ഇതിനെ പരത്താനുള്ളതാണ്. എന്നിട്ടൊന്ന് സൈഡൊക്കെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ മൊമോക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ വീണ്ടും ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി പരത്തുന്ന സമയത്ത് സൂക്ഷിച്ചിട്ട് വേണം, നല്ലോണം ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് പരത്തരുത്, മെല്ലെ വേണം പരത്താൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ ഫുള്ളായിട്ട് പുറത്തേക്ക് പോപ്പപ്പ് ആവും കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് പോപ്പപ്പ് ആവും, അത് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഫുള്ളായിട്ട് അതെല്ലാം മൊത്തത്തിൽ പുറത്തേക്ക് വരും കേട്ടോ. ഇനി പിന്നെ അടിഭാഗം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് തന്നെ നമ്മൾ ചെയ്താൽ മൊത്തത്തിലായിട്ട് ഒരു സൈഡ് പോപ്പപ്പ് ആവും. അപ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടുപ്പത്തിലോട്ടേക്ക് മാറ്റാം. അപ്പം ഞാൻ ഓൾറെഡി ഒരു തവ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറേശ്ശെയായിട്ട് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് ബട്ടറിനേക്കാളും ഗീ ആണ് ഇഷ്ടമെങ്കിൽ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ബട്ടറാണ് ഇഷ്ടം, അതുകൊണ്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഓരോ പറാത്തിയായിട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ ഒരു ചപ്പാത്തിക്കുള്ള സമയം തന്നെയാണ് കേട്ടോ. ഇനി അതിൻ്റെ മേലേക്കായിട്ട് കുറേശ്ശെയായിട്ടൊന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഈ സൈഡും കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഇങ്ങനെ ഒരു ഗോൾഡൻ സ്പോട്ട് വന്ന സമയത്താണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിൻ്റെ മേലേക്കും ബട്ടർ ഒന്ന് തടവി കൊടുക്കാം. ഈ സൈഡൊക്കെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടാവും കേട്ടോ. അവിടെയൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇതിനെ ഫുള്ളായിട്ട് വേവിച്ചിട്ട് എടുക്കാം.
അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തി പൊന്തുന്ന പോലെ ഇങ്ങനെ കംപ്ലീറ്റ്ലി പൊന്തിയിട്ട് വരില്ല കേട്ടോ. അതായത് എന്താ പറയുക, ആ സംഭവം വരില്ല കേട്ടോ. പക്ഷേ സൈഡും നടുവിലൊക്കെ ഇങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ നമ്മൾ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പനീർ പറാട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചുട്ടിച്ചെടുക്കാം. അപ്പം ഞാൻ രണ്ടാമത്തതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും കൂടി ചുട്ടെടുത്തിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലേറ്റിന് മേലെ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടാണ് വെച്ച് കൊടുക്കാറ്. ഇല്ലെങ്കിൽ അടിയിലുള്ളത് ഭയങ്കര സോഗി ആയിട്ട് ഇങ്ങനെ അലിഞ്ഞ പോലെയാവും. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൈരും പുതിനയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു മിക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ കിഡിലമായിട്ടുള്ള ഈ ചപ്പാത്തി ഈസിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. പനീർ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ നിഷാന സൈനിങ് ഓഫ്. ബൈ. അസ്സലാമു അലൈക്കും.